ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഒരു ലോങ് ട്രിപ്പ് പോവുകയാണ്. ഒരുപാട് കാലത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ പാട് ഞങ്ങൾ കൊടൈക്കനാലിലേക്കൊക്കെ ലോങ് ട്രിപ്പ് പോയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളിപ്പോൾ കുട്ടികളൊക്കെ ആയ ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ലോങ് ട്രിപ്പ് പോണത്. ഇപ്പോൾ ഒരു 8 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ലോങ് ട്രിപ്പൊക്കെ പോയിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഒരു ലോങ് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതൊക്കെ ഞങ്ങൾ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ. കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോയാലോ. എനിക്ക് ഗൾഫിലാകുമ്പോൾ പറയാറുണ്ട് നമുക്ക് നാട്ടിൽ വന്നിട്ട് എങ്ങനെയും ലോങ് ട്രിപ്പ് പോകണമെന്ന് പറയാറുണ്ട്. അപ്പോൾ മോനോട് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞാൽ ഊട്ടി പോകണം പപ്പ എന്നാണ് പറയാറ് കേട്ടോ. അപ്പോൾ ഒക്കെ പറഞ്ഞു നമുക്ക് നാട്ടിൽ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒക്കെ സർപ്രൈസായിട്ട് വന്നത് കാരണം എന്നാ പോകുകയെന്നൊന്നും പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒക്കെ വന്ന ടൈമിൽ തന്നെ വെക്കേഷൻ ആയതുകൊണ്ട് ഒക്കെ പറഞ്ഞു നമുക്ക് എപ്പോഴേലും ഈ തിരക്ക് വന്ന പാടുള്ള തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം പെട്ടെന്നൊക്കെ രാവിലെ നീച്ചിട്ട് പറഞ്ഞു, ഒരു സൺഡേ സാറ്റർഡേ എങ്ങാനും ആയിരുന്നു. ഒക്കെ രാവിലെ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു നമുക്ക് ഊട്ടി പോകാൻ പറഞ്ഞു. പെട്ടെന്നായതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ ഒരു 6 മണിക്കാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് രാത്രി പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ നീച്ച പാട് പറഞ്ഞത് കാരണം വേഗം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കുട്ടികളുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇപ്പം മങ്കര ട്രെയിന് പോകുന്ന പാലത്തിൻ്റെ അവിടെ ഇട്ടോ നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, പോണ വഴിക്കാണ് കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ താമസിക്കാനുള്ള പ്ലാനിങ് ഒന്നുമില്ല. കുട്ടികളെ കൊണ്ടൊക്കെ അല്ലേ പോണത്. അവർക്ക് ഫുഡിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും പിന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പോയ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞിട്ട് താമസിക്കാനുള്ള പ്ലാനിങ് ഒന്നുമില്ല. പിന്നെ അടുത്ത പ്രാവശ്യം കാര്യം ഇൻഷാ അല്ലാഹ് അപ്പോൾ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് പാലക്കാട് എവിടെയെന്ന് കറക്റ്റായിട്ട് പ്ലേസ് അറിയില്ല. ഞങ്ങൾ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് എവിടെ കിട്ടുക നോക്കിയിട്ട് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾ പോയതാട്ടോ. തട്ടുകട പേരൊന്നും അറിയില്ല. തട്ടുകട അല്ല കേട്ടോ, ഒരു വലിയൊരു ഹോട്ടൽ തന്നെയാണ്. നാടൻ ഫുഡും ഒക്കെ ഉള്ളതാണ്. ഉച്ചക്ക് ഊണും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനൊരു നെയ് റോസ്റ്റ് പറഞ്ഞു, മോന് 2 ദോശയും ചട്നി മതി പറഞ്ഞു. എനിക്ക് അതുപോലെ ഒരു നെയ് റോസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഞാനും എനിക്ക് മോനൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കില്ല കേട്ടോ. അതാണ് മെയിനായിട്ട് അവളോട് പുറത്തേക്ക് വരാൻ മടി. അവൾ കഴിക്കില്ല. അവൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര പിന്നാക്കാണ്. അപ്പോൾ അവളിങ്ങനെ ഓരോ പൊട്ടെടുത്ത് കഴിക്കുന്നുണ്ട് ഞാൻ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അങ്ങനെ അത് കണ്ടോ, അവൾ കഴിക്കില്ല. അവൾ എടുത്തിട്ട് ഇക്കാക്കാണ് കൊടുക്കുന്നത്. അവൾക്ക് തിക്കിലെ ഫുഡ് കഴിക്കുന്നതൊന്നും താല്പര്യമില്ല. വല്ല വെള്ളമോ ചായ അങ്ങനെയൊക്കെ കുടിക്കാൻ അവൾക്ക് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങിട്ടോ. അവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. വാഴൻ്റെലൊക്കെ നല്ല നെയ് റോസ്റ്റും സാമ്പാറും. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സാമ്പാറാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ഊട്ടിക്കാട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് തന്നെ അവിടെ ചുരം കയറിയ ഫുഡ് കിട്ടില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു നിൽക്കാനോട് അവിടുത്തെ ഫുഡൊന്നും വേണ്ട, നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ഫുഡ് മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാലക്കാട് റാവുത്തർ ബിരിയാണി അവിടെ നിന്ന് കിട്ടാൻ നോക്കിയിട്ട് അവിടെ നിന്നൊക്കെ മേടിച്ചിട്ടാണ് പോയത്. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഉച്ചക്ക് 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങിയിട്ട് പോണ വഴിക്ക് തന്നെ കുറേ മങ്കികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളായിട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഞങ്ങൾ താഴത്തുനിന്ന് ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. റാവുത്തർ ബിരിയാണിയാണ് മേടിച്ചത്. അവിടുന്ന് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ഇതിൽ കാണാനില്ല, അത് ഞാൻ അതിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് തന്നെ ചെറിയ തണുപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, പെട്ടെന്നായതുകൊണ്ട് കുട്ടികൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് സാധാരണ ഇടുന്ന ഒരു ജോഡി ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മേലേക്ക് കയറുന്നതോട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോന് ഭയങ്കര ആഗ്രഹം ഈ മങ്കിക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കയ്യിലൊരു കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോന് അതിങ്ങനെ ഓരോന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്ലാസ് അധികം താഴ്ത്തണ്ട, ആയിട്ടെങ്ങാനും വണ്ടിയിൽ കയറുമെന്ന് പറഞ്ഞിട്ട് പേടിയായിട്ട് ഞാൻ വേഗം വണ്ടിയൊക്കെ എടുത്ത് പോകാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഒക്കെ അവനും പാടെ ഇങ്ങനെ ഓരോരോ ബിസ്ക്കറ്റ് ഇങ്ങനെ ഒറ്റയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
പോണ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു കേട്ടോ മങ്കികൾ. അധികം ഇല്ലാത്ത ഭാഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഓരോന്ന് പൊട്ടിച്ചിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുമായിരുന്നു. ഈ മങ്കിക്ക് ബിസ്ക്കറ്റ് കൊടുക്കണം കണ്ടിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ മങ്കികൾ കയറി വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ പകുതിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. പോണ വഴിക്കൊക്കെ ഓരോ ഭാഗത്ത് മങ്കികൾ ഇരിക്കുന്നത് കാരണം ഞങ്ങൾ പേടിച്ചിട്ട് ഇറങ്ങിയില്ല. നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇറങ്ങിയില്ല. കുറേ അങ്ങോട്ട് പോയിട്ടോ ഫുഡൊക്കെ കഴിച്ചത്. ആരെങ്കിലൊക്കെ ഇങ്ങനെ നമ്മളെ പോലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ടാവില്ല, അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്പോട്ട് നോക്കി നടക്കുമ്പോൾ ചുരം കയറി കുറച്ച് കണ്ടെത്തിയപ്പോൾ ഇതേപോലെ കുറേ ഷോപ്പുകൾ കണ്ടു കേട്ടോ. ഹോട്ടലും അതുപോലെ ഫ്രൂട്ട്സ് അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കണം, കുറച്ചങ്ങോട്ട് എത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്, പറ്റിയ സ്പോട്ട് കാണുമ്പോൾ അവിടെ നിർത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ചുരം കയറി പകുതിയൊക്കെ ആയപ്പോൾ 2-2:30 ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ മങ്കികളൊന്നും ഇല്ല, അതുപോലെ വേറെ ഫാമിലിയൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ താഴത്തുനിന്ന് മേടിച്ചിട്ടുള്ള ബിരിയാണി അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കുട്ടികൾക്ക് കൊടുത്തു, എന്നിപ്പോൾ ഞങ്ങളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മോള് കഴിച്ചിട്ട് കേട്ടോ. മോള് ഇങ്ങനെ ബിസ്ക്കറ്റും അതുപോലെ ചെറിയ 2-3 വായ ഉരുളൊക്കെ കഴിച്ചിട്ടാണ് അവളങ്ങനെ കളിക്കുന്നത്. ഇക്കാൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇക്കാൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഴിക്കാൻ. താഴത്തോട്ട് നോക്കുമ്പോൾ ഭയങ്കര കൊക്കായത് കാരണം കുട്ടികളൊന്നും ഇറക്കി വിടാൻ പറ്റുന്നില്ല. ഇറക്കി വിട്ടാൽ അവർ താഴത്തോട്ട് എത്തി നോക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കാനത്ത് ഫുഡ് കഴിക്കുക, എന്നിട്ട് ഞാൻ കഴിക്കാൻ പറഞ്ഞിട്ട് ഞാനവിടെ നിൽക്കുമായിരുന്നു. പിന്നെ മോന് വണ്ടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും അതുപോലെ ചുരം കയറാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ചുരമൊക്കെ കയറിയിട്ട് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ കുറേ ആൾക്കാർ നിന്ന് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഫോട്ടോസ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളത്. ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത്. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് പോയി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് കുറച്ചിങ്ങോട്ട് പോന്നപ്പോൾ ഈ സ്പോട്ട് എത്തിയപ്പോൾ ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ചുരമൊക്കെ കയറി മേലെ എത്താറായപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൾക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ടേ, മോള് ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ മോൾക്ക് ഫുഡ് എന്തെങ്കിലും മേടിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പെട്ടിപ്പീടിയ പോലൊരു കട ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ നിർത്തി. എന്നിട്ട് അവിടെ പോയപ്പോൾ അവിടെ ബ്രെഡ് ഓംലേറ്റ് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചിരിക്കുക. അപ്പോൾ എല്ലാ നൂഡിൽസ് ഉണ്ട് പറഞ്ഞിട്ട് ഒരു എഗ് നൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. മോള് എന്തെങ്കിലും കഴിക്കുക എന്നുണ്ടെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇക്കും മോളും പാടെ പോയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ നൂഡിൽസൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഊതിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. മോനും കുറച്ച് കൊടുത്തു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോൾക്ക് ഇങ്ങനെ ചൂടാറ്റിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അവൾ 2-3 വായൊക്കെ കഴിച്ചു. അവൾ വലിയ കാര്യമായിട്ട് വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവൾക്ക് വലിയ അങ്ങനെ ഇഷ്ടമായിരുന്നില്ല. എന്നാലും 2-3 വായൊക്കെ അങ്ങനെയൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ മോൾക്കും മോനും ഷെയർ ചെയ്തിട്ടൊക്കെ നൂഡിൽസ് കൊടുത്തിട്ട് ബാക്കി ഇക്കയും കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് നൂഡിൽസ് വലിയ കാര്യമായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികൾക്കൊക്കെ നൂഡിൽസ് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ചാണ് കയറിപ്പോയപ്പോൾ അവിടെ സ്വീറ്റ് കോൺ അങ്ങനെ പുഴുങ്ങി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്വീറ്റ് കോൺ മേടിക്കുകയാണ്. മോൾക്ക് സ്വീറ്റ് കോൺ നല്ല ഇഷ്ടം കേട്ടോ. അപ്പോൾ അവർക്കും കൂടി കൊടുക്കാമെന്ന് വെച്ചിട്ട് മേടിച്ചതാണ്. നമ്മൾ അവരോട് പോയിട്ട് സ്വീറ്റ് കോൺ പറഞ്ഞാലാണ് അവർ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുള്ളൂ കേട്ടോ. അല്ലാതെ അവർ ഓൾറെഡി പുഴുങ്ങി വെക്കത്തൊന്നുമില്ല. നമുക്ക് ചൂടോടെ പുഴുങ്ങി തരിക ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു വീഡിയോ എടുത്തതാണ്.
അങ്ങനെയൊക്കെ ഒരു സ്വീറ്റ് കോൺ പുഴുങ്ങിയത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവർക്കൊക്കെ ഓരോന്ന് ഒറ്റക്ക് വേണം പറഞ്ഞിട്ട് അപ്പോൾ ഒന്നും കൂടി പുഴുങ്ങിയിട്ട് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് താഴത്തുനിന്ന് വരുമ്പോൾ ഫുഡ് മേടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പ്ലേറ്റും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്വീറ്റ് കോണൊക്കെ ഞങ്ങൾ പ്ലേറ്റിൽ വെച്ചിട്ട് പിന്നെ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് പോയി. അങ്ങനെ കുട്ടികളൊക്കെ വണ്ടി ഇരുന്നിട്ട് സ്വീറ്റ് കോണൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ മോൾക്ക് എത്തുന്തോറും കോടമഞ്ഞ് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ സ്വെറ്ററൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. സാധാ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല കോടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 5 മണിയൊക്കെ ആയി മേലേക്ക് എത്തിയപ്പോൾ നല്ല ഭംഗിയില്ല ഇവിടെ കാണാൻ. നല്ല ചെറിയൊരു വെയിലും സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ചെറിയൊരു വെയിലുണ്ടായിരുന്നു. അതുപോലെ ചെറിയ കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അക്കാനോട് പറഞ്ഞു ഇവിടെ കുറച്ച് നേരം നിർത്തി, നമുക്ക് ഇവിടുന്ന് സ്വീറ്റ് കോണൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം നിർത്തി. അപ്പോൾ ഞങ്ങളങ്ങനെ പോണ വഴിക്ക് ഒരു ടെൻഡർ വേൾഡ് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്താണെന്നൊന്നും അറിയില്ല. ഞങ്ങളവിടെ കയറി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് 3 ആൾക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലോട്ട് കയറി. അത് 8 മണിയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ 6 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി ടിക്കറ്റ് എടുത്തു. അപ്പോൾ മോളും കൂടെ ടിക്കറ്റ് എടുക്കാൻ പോയി കേട്ടോ. അപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളും അതുപോലെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ ഒരു ചേട്ടൻ പറഞ്ഞു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വരുന്നവർക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ഏട്ടനെ തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഇക്കാനോട് പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ ടോക്കൺ എടുത്തിട്ട് ഉള്ളിലോട്ട് കയറി. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ബാൻഡ് പോലത്തെ ഒരു സംഭവം കെട്ടിത്തരും. അതിലാണ് നമ്മൾ ഓരോന്നിൽ കയറുമ്പോൾ ടിക്കറ്റ് തരിക. നമ്മൾ എടുക്കുന്ന ടിക്കറ്റാണ് നമ്മുടെ കയ്യിൽ ഇതുപോലെ കെട്ടിത്തരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തേൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കയറിയത് കുറേ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളിടത്തായിരുന്നു. പണ്ട് കാലം മുതലുള്ള ഒത്തിരി വർഷങ്ങൾ മുമ്പുള്ള ചെറിയ ക്യാമറ മുതലും ഇപ്പോഴത്തെ വരെയുള്ള ക്യാമറകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ചില ക്യാമറകൾ നമ്മൾ കണ്ടിട്ട് ഉണ്ടായിരുന്നില്ല. വലിയ വലിയ ക്യാമറകൾ പണ്ടത്തെ കാലത്തുള്ള സിനിമ ഒക്കെ ഷൂട്ട് ചെയ്ത് തന്ന ക്യാമറകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ വർഷവും എല്ലാ കാര്യങ്ങളും അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ ഓരോ ക്യാമറയുടെ പേരും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എത്ര വർഷത്തിൻ്റെയാണ്, ഏത് വർഷത്തിലുണ്ടാകുന്ന ക്യാമറയാണെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് വലിയ വലിയ ക്യാമറകളും ഫോട്ടോസ് എടുക്കുന്ന ക്യാമറകളും വീഡിയോ എടുക്കുന്ന ക്യാമറകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ട് കുറേ ന്യൂസ് പേപ്പറുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ക്യാമറകളൊക്കെ വെച്ചതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയൊരു റൂമുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയ ഒരു 10 സെക്കൻഡോളം ഒരു ലൈറ്റ് ഇങ്ങനെ കത്തും. അതിൽ കുറേ മിററുകളുണ്ടാവും. അതിൽ നമ്മളിങ്ങനെ നിൽക്കണൊക്കെ നമുക്ക് ഒരുപാട് മിററിൽ ഇങ്ങനെ കാണാൻ പറ്റും. അത് കുറച്ച് സെക്കൻഡ് ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ലൈറ്റ് പല കളറിൽ ഇങ്ങനെ കത്തുന്ന ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ കയറിയത് ഒരുപാട് ഇങ്ങനെ 3D ആയിട്ടുള്ള ആർട്ടുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഇതിൻ്റെ ഉള്ളിലാട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് ഒരുപാട് 3D ഇതുപോലുള്ള ഒരുപാട് 3D പിക്ചറുകൾ ഉണ്ടാവും. നമ്മളതിലൊക്കെ നമുക്ക് ഓരോ പോസിൽ നിന്നിട്ട് ഫോട്ടോസ് എടുക്കാം. അതെങ്ങനെ ഫോട്ടോസ് എടുക്കണമെന്നൊക്കെ ഒരു TV-യിൽ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഞങ്ങളത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പുറത്ത് ഇറങ്ങുമ്പോഴാണ് അത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ മോനോട് ഓരോ പോസിൽ നിൽക്കാൻ പറഞ്ഞിട്ട് അവനെ കൊണ്ടൊക്കെ നിർത്തിയിട്ട് ഫോട്ടോസ് എടുത്തു. മോള് പൂച്ചനെ കണ്ടിട്ട് കരയുക കേട്ടോ. അപ്പോൾ അവളെ ഞാൻ എടുത്തിട്ട് അവൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെയുള്ള എല്ലാ 3D ആർട്ടിലും മോനെ നിർത്തിയിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുത്തു കേട്ടോ. അതിൽ എങ്ങനെയൊക്കെയാണ് നിൽക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിലൊക്കെ നിർത്തിയിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുത്തു. മോൻ ഇങ്ങനെയൊക്കെ നിൽക്കണമ്പോൾ മോൾ അതിൻ്റെ കൂടെ പോയി നിൽക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അവൾക്ക് അവൻ നിൽക്കുന്ന പോലെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ കരയുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവളുടെയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അവളോട് പിന്നെ ഇങ്ങനെ നിൽക്കുക പറഞ്ഞാൽ അവൾ കേൾക്കില്ല. അവിടെ പോയി നിന്നിട്ട് അപ്പം തന്നെ എണീറ്റ് വരും.
പിന്നെ മോൻ്റെ കൂടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ അവൾ നിന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടാൾക്കും നിൽക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളും ഇവിടെ നിർത്തിയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ട് നല്ല ചന്തം ഉണ്ടായിരുന്നു. രണ്ടാളും അങ്ങനെ നിർന്നിട്ട് കാണാനുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതിലൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ബാച്ചിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ നേരമോൾക്ക് ബാച്ചിനെ കാണാഞ്ഞിട്ട് 4 പുറം നടന്നിട്ട് അവൾ കാക്കയുടെ പറഞ്ഞിട്ട് തിരയായിരുന്നു കേട്ടോ. അവൾക്ക് പേടിച്ച് പോയി കാക്കാനെ കാണാഞ്ഞിട്ട്. സൗണ്ട് കേൾക്കാണ്ട് പക്ഷെ അവനെ കാണാമല്ലോ. അപ്പോൾ 4 പുറം നടന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അടുത്ത് പിന്നെ ഒരുപാട് മൃഗങ്ങളുടെ അസ്ഥികൾ മാത്രം വെച്ചിട്ടുള്ളൊരു മ്യൂസിയം പോലെയൊക്കെ പറയാം. ഒരുപാട് മൃഗങ്ങളുടെ അസ്ഥികളുണ്ടായിരുന്നു. ഡൈനോസർ ഉണ്ടായിരുന്നു, അതുപോലെ ജിറാഫ്, ഒട്ടകം, ഒരുപാട് ഉണ്ടായിരുന്നു. ചിലതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കയറിയതല്ലേ വെച്ചാൽ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്ന് കണ്ടു. പക്ഷെ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് പേടിയൊക്കെ തോന്നും കേട്ടോ. ആയിട്ടുള്ള നിപ്പ് കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് പേടിയൊക്കെ തോന്നി. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാടൊന്നുമില്ല, കുറച്ച് തന്നെ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇറങ്ങിപ്പോയാൽ വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണിച്ചു തരാം. ഇതായിരുന്നു കേട്ടോ ഒരു റൂമിൻ്റെ ഉള്ളിൽ നിറച്ച് ഇതേപോലെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു. ചാർമിനാർ ഉണ്ടായിരുന്നു, അതുപോലെ താജ്മഹൽ ഉണ്ടായിരുന്നു, പാർലമെൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പഠിക്കുന്ന ടൈമിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ, പള്ളികളുണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അത് നല്ല 3D ആയിട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ ഒറിജിനലായിട്ട് തോന്നും. അതിൻ്റെ പേരും അതൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു, നല്ല വലിപ്പമുണ്ടായിരുന്നു കാണാൻ. നമ്മുടെ താജ്മഹലൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും തോന്നും നല്ല ഒറിജിനാലിറ്റി നന്നായിട്ട് ഫീൽ ചെയ്യും അത് കാണുമ്പോൾ. അതിനൊരുപാട് എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് സ്നോ പാർക്കായിരുന്നു. അതിൽ കയറാൻ ഇക്കാക്ക് ഒട്ടും താല്പര്യമുണ്ടാവില്ല കേട്ടോ. പക്ഷെ എന്നാലും നല്ല പൈസ കൊടുത്തല്ലേ വെച്ചിട്ട് ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് ചെരുപ്പും കോട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, ഷൂ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെറിയ കുട്ടികൾക്ക് വരെ ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്യാണ്. അപ്പം ഞങ്ങൾ ഈ സ്നോ പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറി. ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്, നമുക്ക് സഹിക്കാൻ പറ്റില്ല. അവിടെ ഉള്ളവരൊക്കെ സ്വെറ്ററൊക്കെ ഇട്ടിട്ടല്ലേ ഇരിക്കണത്. നമ്മളൊന്നും പ്രതീക്ഷിക്കാതല്ലേ. നമ്മൾ പെട്ടെന്നുള്ള ട്രിപ്പായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവർ ഓരോ കോട്ടും ഗ്ലൗസും അതുപോലെ കാലിടാൻ ഷൂ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ നേർമുഖമൊക്കെ ഭയങ്കര തണുപ്പ് സഹിക്കാൻ പറ്റില്ല. അവളെ മുഖമൊക്കെ ചോകാർന്നായപ്പോൾ ഇക്ക് പറഞ്ഞു മതി അവിടെ അധികം നേരം നിൽക്കേണ്ട പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് അവിടെ നിന്ന് വേഗം ഇറങ്ങിട്ടോ. മോന് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ഉള്ളിൽ കുറേ പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അവന് ഭയങ്കര ഇഷ്ടമായി. എന്നാലും കുറേ നേരം നന്നായി നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള തണുപ്പ് കാരണം നമുക്കുള്ള ജലദോഷം പനി വരുമ്പോൾ അവിടെ നിന്ന് വേഗം ഇറങ്ങാൻ പറഞ്ഞിട്ടോ. അടുത്തതായിട്ട് നമ്മൾ കയറിയത് ഇതേപോലത്തെ ഒരു തിയേറ്ററിലായിരുന്നു കേട്ടോ. തിയേറ്റർ പറഞ്ഞാൽ 3D ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളൊരു വീഡിയോ കാണിക്കും. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അതിനുള്ളിൽ കയറിയപ്പോൾ അതിൽ ചെയറൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഷെയ്ക്ക് ആകുമ്പോൾ എൻ്റെ മടിയിൽ മോള് ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ മാത്രമാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. കുട്ടി കയ്യിൽ നിന്ന് വീഴുന്ന അങ്ങനെ നന്നായിട്ട് ചെയറൊക്കെ നന്നായിട്ട് ഇളകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് പോണതിനനുസരിച്ച് നമ്മൾ പോണത് പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കയ്യിൽ കുട്ടിയുള്ളത് കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എങ്ങനെയൊക്കെ ഞാൻ മുറുക്കി പിടിച്ചിട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സമാധാനമായി. അതിൻ്റെ ഉള്ളിൽ നിന്ന് വേഗം ഇറങ്ങി ഞാൻ പുറത്തോട്ട്. പിന്നെ എനിക്കൊന്നിനും കയറാനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അടുത്തും ഇതുപോലെ ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. എന്താ പറയുക, പുലി, അതുപോലെ സിംഹം, അതൊന്നും വലിയ കുഴപ്പമില്ല. പ്രേതങ്ങളെ പോലെ വരുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തേൽ കയറിയപ്പോൾ അതിന് ഞാൻ ഇക്കാൻ്റെ കൈ പിടിച്ചിട്ടാണ് പോയെന്ന് എനിക്ക് പേടിയായിട്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ക്ലിയർ ആയിട്ടൊന്നും കാണില്ല, ഭയങ്കര ഇട്ടായിരുന്നു. ഇവിടുന്ന് കുറേ സൗണ്ടുകളും അതുപോലെ കുറേ പ്രേതങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് പേടിയാകും. കുട്ടികൾക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ എനിക്കായിരുന്നു പേടി. എനിക്ക് നേരത്തെ കയറിയതിൻ്റെ ഹാങ് ഓവർ വിടാത്ത കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഈ കാണുന്ന ഇട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളതാട്ടോ, അതുകൊണ്ടാണ് ഒന്നും മനസ്സിലാവാത്തത്. അടുത്തായിട്ട് ഞങ്ങൾ കയറി ഇതേപോലെ ഒരു ലൈറ്റിൻ്റെ സംഭവത്തിലാട്ടോ. ചെറിയൊരു പാലം പോലെ 4 പുറം പല കളറായിട്ട് ഇങ്ങനെ കുറച്ച്
ലൈറ്റുകളൊക്കെ ഇങ്ങനെ കത്തും. അത്ര തന്നെയുള്ള വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പുറത്തോട്ടാണ് പോയത്. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഫോണിൻ്റെ ചാർജ് ചെയ്തിട്ട് ഫോൺ ഓഫായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇക്കാൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ചെറിയൊരു വീഡിയോ ക്ലിപ്പ് മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വരുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോഴേക്ക് മോനൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ പുറത്തുനിന്ന് നൂഡിൽസ് കഴിച്ചതാണ്. പിന്നൊന്നും കഴിച്ചിട്ടില്ല. അവനൊക്കെ കിടന്നുറങ്ങി. അപ്പം ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലോട്ടാട്ടോ പോയത്. പോണ വഴിക്ക് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോണിൽ ചാർജ് ഇല്ലായിട്ട്. പിന്നെ മോൾക്ക് തണുപ്പ് കാരണം 2 ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, തണുപ്പ് കാരണം. അങ്ങനെ അവൾ പപ്പനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളൊരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. പോണ വഴിക്ക് കുട്ടികൾക്ക് കൊടുക്കുക വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ള വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.